അതെ, നമ്മൾ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ഒരു 4 കിലോമീറ്റർ അകലത്തിൽ NH66 1 കിലോമീറ്റർ മാറിട്ട് ആനന്ദാശ്രമത്തിൻ്റെ അടുത്ത് നടക്കാനുള്ള ദൂരത്തിൽ ലയൺസ് ക്ലബിനോട് ചേർന്ന് കിടക്കണം ഈ കാണുന്ന 50 സെൻറ്റ് സ്ഥലം പ്ലോട്ടുകളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീടുകൾ നിർമ്മിച്ചാൽ നൽകുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീട് സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ആ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്നാലും ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള റോഡ് സൗകര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? ആയിക്കോട്ടെ, പറഞ്ഞു കൊടുക്കുന്ന ആയിക്കോട്ടെ, അങ്ങോട്ട് നോക്കിക്കോളിട്ടോ. അതാണ് ഈ റോഡ് വരുന്ന നമുക്ക് നമ്മളെ കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡിൽ മിൽമേൻ്റെ അവിടുന്ന് തിരിഞ്ഞ് വരുന്ന റോഡാട്ടത്. അതായത് നമുക്ക് മാവങ്കാലിൽ നിന്ന് വെറും ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? അത്രേ ഉള്ളൂ, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ നമുക്ക് മിൽമ ബൂത്തിന്റെ അടുത്തുനിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരത്തിൽ ആണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമ്മളെ സ്ഥലത്തിന്റെ അതിരൊന്ന് കാണിച്ചു കൊടുത്തേ. അതിരിതാക്കണ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിന്റെ മേലേക്കാണ് സ്ഥലം കിടക്കുന്നത്. മൊത്തം 50 സെന്റ് സ്ഥലമാണ് വരുന്നത്. ഈ സ്ഥലം നിങ്ങൾക്ക് മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ മൊത്തമായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അതെല്ലാം പ്ലോട്ടുകളായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റണം കേട്ടോ. ഏത് വണ്ടികൾ വേണമെങ്കിലും വരാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാറിംഗ് റോഡാണ്, കോൺക്രീറ്റ് റോഡാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. ഈ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ മൊത്തം 50 സെന്റ് സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് 9 സെന്റിന്റെ ഒരു 4 പ്ലോട്ടും അതുപോലെ തന്നെ ഒരു 12 സെന്റിന്റെ ഒരു ഒറ്റ പ്ലോട്ടായിട്ടാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു തിരിച്ചിട്ടേക്കുന്നത്. ഈ ഒരു 9 സെന്റ് വേണമെങ്കിൽ അതിനകത്തൊരു വീടും പണിത് കൊടുക്കുന്നതാണ് അല്ലേ? അതെ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. അതല്ല മൊത്തമായിട്ട് വേണമെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും. ഈ ഒരു ഭാഗത്ത് നിങ്ങളൊരു വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ഫ്രണ്ട് തന്നെ ഉണ്ട്. ഈ ഭാഗത്ത് വേണേൽ ഇവിടെ എടുക്കാം. ഇപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് വേണ്ടിച്ചാൽ ഇവിടെ എടുക്കാം. ഇപ്പൊ അതെല്ലാം മേലെ ഭാഗത്ത് എടുക്കണമെങ്കിൽ അവിടെ എടുക്കാതെ പോയിട്ട് കാണിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ, പോയി കാണിച്ചു കൊടുക്കാം. അയൽവാസികളായിട്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് കിട്ടും. സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം കൂടുതൽ നമുക്ക് അനുഭവിച്ച് എന്താ വെച്ചാൽ ആശ്രമത്തിലോട്ട് ഇഷ്ടംപോലെ ആൾക്കാർ, നമുക്ക് പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന നല്ല കിടിലം പ്ലോട്ടാണ്. ആശ്രമത്തിലോട്ട് നടക്കാനുള്ള ദൂരം മാത്രമല്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും നടക്കാനുണ്ടാവില്ല അല്ലേ? നമുക്ക് 5 മിനിറ്റ് പോലും നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെയാണ് പാർട്ടി ചോദിക്കുന്നത്. നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടും കാര്യങ്ങളൊക്കെ നമുക്ക് പണിത് കൊടുക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ മഞ്ഞമ്പതി കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൂ. ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലയൺസ് ക്ലബ് ആണ് ഇതിന്റെ ലൊക്കേഷൻ. ഇതിനോട് ചേർന്നാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഇവിടെ വരെയാണ് നമ്മളെ സ്ഥലത്തിന്റെ അതിരുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ്. ഇനി പറഞ്ഞ അങ്ങോട്ട് മേലേക്കാണുള്ളത്. ഇനി നമുക്ക് പറഞ്ഞ അങ്ങോട്ട് പോയിട്ടൊന്ന് കാണിച്ചു കൊടുക്കട്ടോ. വണ്ടികളൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ആരോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലൊക്കേഷൻ ഈ ഒരു സംഭവം പറഞ്ഞു കൊടുത്താൽ മതി. ലയൺസ് ക്ലബ് ഓഫ് ആനന്ദാശ്രമം. മാവുങ്കാലെത്തിയിട്ട് നിങ്ങൾ ഏത് ഓട്ടോറിക്ഷക്കാരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. ആരോട് ചോദിച്ചാലും പറഞ്ഞിട്ട് ലയൺസ് ക്ലബ് എവിടെയാ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞു നേരെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം കിട്ടും കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. ഇതിപ്പോ തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ നമ്മുടെ ക്ലബിന്റെ ഈ ഒരു ഭാഗത്തുള്ള ഇതിനകത്തുള്ള ബോർവെല്ലാണ്. വെള്ളമൊക്കെ ഇഷ്ടമായിരിക്കാണ്. വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. നമ്മൾ അതിരിതാ ഇവിടുന്ന് അങ്ങോട്ടാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് 9 സെന്റ് ആയിട്ട് ഒരു പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ബോർവെൽ അടിച്ചു തരും. പിന്നെ മൊത്തത്തിൽ കോമൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടൊരു ബോർവെൽ അടിക്കാനും എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ചെയ്തു തരും അല്ലേ? അതെ. ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഫുള്ള് പ്ലോട്ടുകളാക്കി തിരിച്ചിട്ടേക്കണാണ്. 9 സെന്റിൻ്റെ 4 പ്ലോട്ടും 12 സെന്റിന്റെ ഒരു പ്ലോട്ടും ആക്കിയിട്ട് അങ്ങനെ മൊത്തം 5 പ്ലോട്ടുകളാക്കിയപ്പോൾ നിരവധി തിരിച്ചിട്ടേക്കണം. താഴെ ഒരു മൂന്ന് വീടുകളും മേലെ ഒരു 2 വീടുകളൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് അവർ പണിത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ താഴെയുള്ള വീടുകൾക്ക് മേലുള്ളൊരു വീട് ഒരു ഇതായിട്ട് തടസ്സമായിട്ട് നിൽക്കുകയില്ല. അത്യാവശ്യം നല്ല വ്യൂവും കിട്ടുന്ന സ്ഥലം കേട്ടോ. നല്ല വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇപ്പോൾ നട്ടുച്ച സമയത്താണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. നേരെ 1 മണി 1:30 ആയിട്ടുള്ളൂ. നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ. വെയിലിന്റെ ചൂട് നമ്മൾ അറിയണമെന്നല്ല. പിന്നെ നമുക്ക് സ്കൂളൊക്കെ നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു നടക്കാനുള്ള ദൂരത്തിൽ നമുക്ക് ഹൈസ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉണ്ട്. പിന്നെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം നെല്ലിത്തറ സരസ്വതി വിദ്യാമന്ദിരം ഉണ്ട്. ദുർഗ ഹൈസ്കൂളൊക്കെ നമുക്ക് അടുത്ത് തന്നെയാണ്. പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സൗകര്യം എന്താ വെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. നമുക്ക് നടക്കാനുള്ള ദൂരത്തിൽ ഇവിടെ ആനന്ദാശ്രമത്തിന്റെ അടുത്ത് തന്നെ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സഞ്ജീവനി ഹോസ്പിറ്റൽ ഉണ്ട്. ഹോസ്പിറ്റലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അടുത്തടുത്ത് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ ജില്ലാ ഹോസ്പിറ്റൽ നമുക്ക് കാഞ്ഞങ്ങാട് പോയാൽ അവിടെ ഉണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിലോട്ടൊക്കെ ജസ്റ്റ് ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. പിന്നെ നമുക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വെറും 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു കിടിലൻ കിട്ടിക്കാച്ചി പ്ലോട്ടാണ്. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ ആണ്. പിന്നെ നിങ്ങൾ കാസർഗോഡ് നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 32 കിലോമീറ്ററോളം ഇങ്ങോട്ട് എത്താൻ കേട്ടോ.
ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഈ കാണുന്ന നമ്മൾ മുതലുണ്ടല്ലോ ഞങ്ങൾ നല്ല അത്യാവശ്യം നല്ല കിടിലം പ്ലോട്ട് ബാക്ക് സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ അവിടേക്കൊക്കെ വീടുകളുണ്ട്. പിന്നെ ഏറ്റവും ബാക്ക് സൈഡിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വീടുകളുടെ ഏരിയ ആണ് കേട്ടോ. നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇഷ്ടംപോലെ എന്താ പറയുക, വരുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ഇങ്ങനെ ഇതായിട്ടാണ് വീടുകളൊന്നും ഇതിപ്പോ ഇങ്ങനെ ഒഴിഞ്ഞ പോലെ ഇങ്ങനെ കിടക്കാൻ ഇതൊക്കെ ഓരോരുത്തർ. ഇതിപ്പോ ഒരാളെ സ്ഥലം, അതിന്റെ അപ്പുറത്ത് ആ കാണുന്ന വേറെ ആളെ സ്ഥലം, പിന്നെ അതിന്റെ അപ്പുറത്ത് താഴ്മേലൊക്കെ വീടുകൾ കണ്ടില്ലേ, അവിടെ ഉണ്ട്, ഇപ്പുറത്തുണ്ട്. പിന്നെ കറണ്ടിന്റെ കണക്ഷൻ ഈ ഭാഗത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ എവിടെയും പോസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് കണ്ടല്ലോ, ഇതൊരു വീടാണ്. പിന്നെ ആ കാണുന്ന കണ്ടല്ലോ നിങ്ങൾ, അവിടെയും വീടാണ്, ഇത് വീടാണ്. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളുള്ള ഏരിയ ആണ്. പിന്നെ അത് ആ കാണുന്നത് നമുക്ക് KCBയുടെ ഓഫീസാണ് കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലോട്ട് മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കട്ടെ. നിങ്ങൾ റിസോർട്ടോ ഹോംസ്റ്റോ ഒക്കെ തുടങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനും പറ്റുന്ന സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ട് വൈകുന്നേരമൊക്കെ വന്ന് നിന്നാലല്ലേ ഏതാ മുതൽ സൈറ്റ് സ്ഥലം എന്നറിയോ, അങ്ങ് ദൂരെ വരെ വിശാലമായിട്ട് കാണാം നമുക്ക്. അങ്ങ് കാഞ്ഞങ്ങാടുള്ള ടൗണിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ആ കാണുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വ്യൂ ആണ്. കടലിന്റെ വ്യൂ ഉണ്ട് അല്ലേ? കടൽ വ്യൂ ഉണ്ട്. അതിപ്പോൾ നമുക്ക് വെയിലായതുകൊണ്ടാണ് നമുക്ക് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ അജാനൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് അജാനൂരാണ്. നമുക്ക് താലൂക്ക് വരുന്നത് ഹോസ്ദുർഗ് താലൂക്കിൽപ്പെട്ട സ്ഥലം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്ററും കാസർഗോഡിന് 32 കിലോമീറ്റർ അല്ലേ? അതെ. നമ്മൾ ഈ ഒരു കാഞ്ഞങ്ങാട് ഏരിയയിൽ ആനന്ദാശ്രമത്തിനോടൊക്കെ ചേർന്നിട്ട് നടക്കാനുള്ള ദൂരത്തിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലൊക്കെ ഒരു വീടൊക്കെ വെച്ച് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക്. അപ്പോൾ ഇതാക്കണേ, ഇനി ഇവിടെ പോയിട്ട് ഇവിടെ നിന്നുള്ള ഇതൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്കല്ലേ. നല്ല സ്ഥലമാണ്. വഴി ഇട്ടിട്ടായിരിക്കും കേട്ടോ കൊടുക്കുക. എല്ലാം 9 സെന്റിന്റെ 4 പ്ലോട്ടും 12 സെന്റിന്റെ 1 പ്ലോട്ടും. അതായത് ഇവിടെ താഴെ ഭാഗത്ത് 3 പ്ലോട്ട് വരും 9 സെന്റിന്റെ. ക്വാളിറ്റി ആയിട്ട് വീട് കാര്യങ്ങളെല്ലാം വെച്ച് പണിത് കൊടുക്കുന്ന ടീമാണ് കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളെ പ്ലാനിനനുസരിച്ച്, നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് തരും വരാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അധികം മടിച്ചിക്കാൻ്റെ കാര്യമൊന്നുമില്ല. സൈറ്റൊക്കെ ഒന്ന് ജില്ല വിളിച്ചോളി. അപ്പോൾ ഓണറുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം, ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഓണറെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു ഏരിയയിലൊക്കെ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ അല്ലേ? പിന്നെ നമ്മളെ പേജ് നിങ്ങൾ കഴിയണം ഫോളോ ചെയ്ത് വെക്കുക. എന്നാലേ നമ്മൾ ഇതേപോലെ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴിയണതും പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചോളി. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.